നമസ്കാരം, രുചിയുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ചിക്കൻ വെച്ചിട്ടുള്ള ഒരു സ്നാക്കാണ്. ഒരു ചിക്കൻ വട എന്നൊക്കെ പറയാൻ പറ്റും. അപ്പോൾ ഇതിനു വേണ്ടി നമുക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്താണ്, എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. നമ്മൾ കുറച്ച് ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്, ഒരു 6-7 പീസ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും അതുപോലെ തന്നെ കുരുമുളക് പൊടിയും ചേർത്തിട്ട് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ ചിക്കൻ ബോൺലെസ് ആയതുകൊണ്ട് തന്നെ നമുക്കത് പിച്ചെടുക്കാൻ എളുപ്പമായിരിക്കും. അപ്പോൾ അത് വേവിക്കാൻ വെച്ചു. ഇനി നമുക്ക് സവാള ആവശ്യമുണ്ട്. ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞു കൊടുക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ ഇത് നമ്മൾ വഴറ്റിയെടുക്കുകയോ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് ഇങ്ങനെ അരിഞ്ഞെടുക്കാം. അതുപോലെ പിന്നെ നമുക്ക് വേണ്ടത് ഒരു കഷ്ണം ഇഞ്ചിയാണ്. ഈ ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇതിൽ അളവ് അധികം കൂടണ്ട, കാരണം അതിൻ്റെ ഒരു ചവർപ്പ് വരും. അപ്പോൾ ഇഞ്ചിയും ചെറുതായിട്ട് അരിയുക. അപ്പോൾ ഞാൻ സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ഇഞ്ചി, പിന്നെ ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി എടുത്തിട്ടുണ്ട്. കറിവേപ്പില ഇതുപോലെ തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത്രയും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ചിക്കൻ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഈ ചിക്കന് ചെറുതായിട്ടിങ്ങനെ പിച്ചിട്ട് കൊടുക്കാം. കൈ വെച്ച് തന്നെ ഇങ്ങനെ ചെറുതായിട്ട് നമുക്ക് പിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ചിക്കന് മൊത്തം വേറൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം കേട്ടോ. മിക്സ് ചെയ്യാനുള്ള അതിലാണ്. ഇനി അരിഞ്ഞു വെച്ച സവാള, അതുപോലെ തന്നെ ഇഞ്ചി ഉണ്ടല്ലോ, ഇഞ്ചി പിന്നെ കറിവേപ്പിലയും ഉണ്ടായിരുന്നു. അപ്പോൾ കറിവേപ്പിലയും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ചിക്കനിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്, അപ്പോൾ അത് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഞാൻ കുറച്ച് കടലമാവ് എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് കുറച്ച് കുറച്ചായി ഇട്ട് കൊടുക്കുക. ആദ്യം ഒരു 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. ഇനി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് വേണമെങ്കിൽ പച്ചമുളക് ഇട്ടാലും മതി കേട്ടോ. അതായത് നമുക്ക് പച്ചമുളകാണെങ്കിൽ ഈ കടിക്കുന്ന ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ മുളക് പൊടി ഇട്ട് കൊടുക്കുക, അത്രേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു 1/4 ടീസ്പൂൺ ജീരകം കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് ഇപ്പോൾ ചിക്കൻ വേവുന്ന സമയത്ത് അതിലൊരു കുറച്ചൊരു എന്താ പറയുക, വെള്ളം ഉണ്ടാവും. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് കൈ വെച്ചിട്ട് തന്നെ ഒന്ന് കുഴച്ച് നോക്കാം. അപ്പോൾ നല്ലപോലെ ഒന്ന് കുഴച്ചിട്ട് നമുക്ക് പിന്നെയും കടലപ്പൊടി വേണം തോന്നുവാണെങ്കിൽ ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ ആദ്യം ഒരു 1.5 ടേബിൾ സ്പൂൺ ഇട്ടിട്ടായിരുന്നു, പിന്നെയും ഒരു 2 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പം വീണ്ടും മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒന്ന് ഷേപ്പ് ചെയ്ത് നോക്കാം, ഏത് ഷേപ്പ്. അപ്പോൾ ഇതിപ്പം കുറച്ച് ഇങ്ങനെ ഉരുളകളായിട്ട് വേണമെങ്കിൽ അങ്ങനെ ഇട്ട് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിങ്ങനെ നമ്മൾ വട പോലെ തന്നെ പരിപ്പ് വടയൊക്കെ ഉണ്ടാകുന്ന പോലെ തന്നെ ഇങ്ങനെ പരത്തി എടുക്കാൻ വേണ്ടി നോക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ പൊട്ടി വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ കുറച്ചും കൂടെ കടലമാവ് വേണം, കടലപ്പൊടി വേണമെന്നാണ്. പിന്നെ കുറച്ച് വെള്ളം വേണമെങ്കിൽ നമ്മൾ ആ വേവിച്ച ചിക്കൻ്റെ വെള്ളം ഉണ്ടല്ലോ, അതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇപ്പം എന്തായാലും നല്ല കറക്റ്റ് പാകത്തിനായിട്ടുണ്ട്. ഷേപ്പ് ചെയ്ത് എടുത്ത് നോക്കാം. അപ്പോൾ ഷേപ്പ് ചെയ്തെടുക്കുമ്പോൾ നന്നായിട്ട് റെഡിയായിട്ട് വരുന്നുണ്ട്. അത് ആ ഒരു ഞാൻ പറഞ്ഞല്ലോ, മൊത്തമായി കടലപ്പൊടി ഇടാതെ കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിത് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ എല്ലാം നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഇത് ഓയിൽ ഡീപ് ഫ്രൈ ആണ് ചെയ്യുന്നത്. അപ്പം വെളിച്ചെണ്ണയോ ഏത് ഓയിലായാലും കുഴപ്പമില്ല. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ഇത് 2 ഭാഗവും മറിച്ചിട്ട് ഡീപ് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എണ്ണ ചൂടായിട്ട് മാത്രം ഇട്ട് കൊടുക്കുക, ഇല്ലെങ്കിൽ നല്ലപോലെ എണ്ണ കുടിക്കും. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് നമ്മളെ വട. അപ്പോൾ എല്ലാം ഇതുപോലെ എടുക്കാം. അപ്പോൾ എന്തായാലും അടിപൊളി സ്നാക്കാണ്, ഒരു പ്രത്യേക ടേസ്റ്റാണ്, ചിക്കനുമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയൊരു വീഡിയോ ആയി കാണാം. അതുവരെ ബായ്.